Hello friends, Landchester Builders in a much episode like a Sogadam. Namlan the Nokamo Vision than the video one in the summit, the Chalvu Company, simple like Patha techniques and the video to Paramona. Pranapata numbers are the Pata pointing and say the Namka video point on night to Koraka. Now, this video jail at a carcass and Namaka those or video Namla announced the video some of the concession say in the summit, and there is some shingle line and so they can enter number Kotina Padina to one or call Sanju in the Victim Namro to Choth and Luthra and the video. Namaka video like Kataka, but ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ലാൻചെസ്റ്റർ ബിൽഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. കൂടാതെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ വരും ദിവസങ്ങൾ അതിനുള്ള മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറാണ് സ്ക്രീനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ നമ്പറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സംശയം എന്താണെന്നുള്ളത് അറിയിച്ചാൽ വരും ദിവസങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുള്ള മറുപടികളായിട്ട് ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. കൂടാതെ നിങ്ങൾ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതാണെങ്കിൽ നമ്മൾ വന്ന് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ വഴി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ കൂടിയാണ് സ്ക്രീനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിളിച്ച് അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട് നമ്മൾ പണിയുന്ന സമയത്ത് നമുക്ക് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ നമ്മുടെ ചിലവ് ഒന്ന് ബഡ്ജറ്റിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 10 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്ന തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീട് എന്നുള്ളത്. കാരണം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കുടുംബത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം വീട്ടിലാവണമെന്നാണ് എല്ലാവരും വളരെ ആഗ്രഹം. കടന്ന് കഷ്ടപ്പെടുന്നു എല്ലാം സ്വന്തമായിട്ട് ഒരു ഭവനം ഉണ്ടാക്കാന്നില്ല. അങ്ങനെയല്ല ഒത്തിരി പേര് നമ്മൾ വിളിക്കാണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വീട് പണിയുന്ന സമയത്ത് നമുക്ക് ചിലവ് ഒരുക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അടിയിൽ തന്നെ തുടങ്ങാം. ഫൗണ്ടേഷന്റെ കേസ് പലർക്കും അറിയില്ല. നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് എല്ലാവരും പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ലെവലിൽ കരിങ്കെല്ലാം അങ്ങ് കെട്ടിപ്പ് തുടങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് പറയുമ്പോൾ അതിലങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് പലരും വർക്കുകൾ തുടങ്ങുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങൾ നല്ലൊരു കോൺട്രാക്ടറൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ. നിങ്ങളുടെ മണ്ണിന്റെ ക്വാളിറ്റിയും അതിന്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷന്റെ വർക്ക് തുടങ്ങാൻ. അല്ല, നമ്മൾ സാധാരണ 3 തരത്തിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ഇവിടെ നോർമലായിട്ട് നമ്മൾ വീടുകൾക്ക് വേണ്ടി കെട്ടാറുണ്ട്. ഒന്ന് കരിങ്കല്ലിൽ കെട്ടും, അല്ലെങ്കിൽ കോളം ടൈപ്പ് കെട്ടും, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫയലിംഗ് ചെയ്ത് നമ്മൾ പില്ലർ കെട്ടിപ്പൊക്കി അതിൽ കെട്ടാറുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേണമെന്നല്ല ആദ്യം നിങ്ങൾ മണ്ണിന്റെ ഇതൊക്കെ നോക്കി സ്ട്രെങ്ത് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഒരു കോൺട്രാക്ടറുമായിട്ട് അഭിപ്രായം എടുത്തതിന് ശേഷം പണിയാൻ വേണ്ടി ശ്രമിക്കുക. അല്ല, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മണ്ണിൽ നിങ്ങൾ ഒരുവിധം നിങ്ങൾ കരിങ്കല്ലുകൊണ്ടാണ് കെട്ടാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 അടി കുഴിച്ച് കെട്ടിപ്പോക്കാന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നടന്നു വരില്ല. അത് പിന്നെയും ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് കുഴിക്കേണ്ടതായിട്ട് ഒരു മണ്ണിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ കല്ലും കാര്യങ്ങളൊക്കെ ചിലവായി നമുക്ക് ഒരുപാട് കാശ് കാര്യങ്ങൾ അങ്ങനെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അടിത്തറ നന്നാക്കി ചെയ്തില്ലെങ്കിൽ വീട് പിന്നീട് നമുക്ക് വലിയ ലെവലിലൊരു നഷ്ടം അല്ലെങ്കിൽ വലിയൊരു ലോസ് തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഫൗണ്ടേഷൻ എല്ലാം കെട്ടി സൈഡെല്ലാം കെട്ടിപ്പൊക്കി വന്ന് വാർപ്പൊക്കെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സൺഷെയ്ഡ് വാർക്ക് എന്നുള്ളത്. വീടിന്റെ 4 പുറം ചുറ്റിനും അങ്ങ് വാർത്ത് ഒരുപാട് കാശ് നമ്മൾ അതിലൊരു കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സൺഷെയ്ഡിന്റെ കേസിൽ നമുക്ക് പ്രധാനപ്പെട്ട ഡോറുകളോ അല്ലെങ്കിൽ വിൻഡോസോ കാര്യങ്ങളോ വരുന്നതിന്റെ അവിടെ മാത്രം വാർക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഡിസൈനിലേക്ക് എന്തെങ്കിലും മാറ്റി ഒരു വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. അതും വാർപ്പ് ഒഴിവാക്കി കഴിവിന്റെ പരമാവധി ഡ്രസ് വർക്ക് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചിലവും വളരെയധികം കുറഞ്ഞു കിട്ടും. വേറൊരു ഭംഗി നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വീടിന് കിട്ടാണോ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സൺഷെയ്ഡ് ആവശ്യത്തിനുള്ളവർക്ക് മാത്രം സൺഷെയ്ഡ് ആക്കി ഉൾപ്പെടുത്തി ചെലവ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, വീടിനാണെങ്കിലും മറ്റെല്ലാ ഡോറുകളും വുഡിന്റെ ഡോറ് മാക്സിമം വുഡ് വർക്ക് നമ്മൾ വീടിനകത്ത് കയറ്റാൻ തുടങ്ങും. പണ്ടൊക്കെ നമ്മൾ കാര്യമായിട്ട് വീടിന്റെ നല്ലൊരു ഭാഗം വുഡിലാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വുഡിന്റെ വർക്കാണ് നമ്മൾ കൂടുതൽ പേരും ഒരു വീട് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു വെക്കുക. പക്ഷേ ഇപ്പോൾ അതിന് അനുബന്ധിച്ചുള്ള വുഡിനോട് സാമ്യം തോന്നുന്നത് നല്ല ഒരുപാട് ലോ കോസ്റ്റ് മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട്. കാരണം നല്ലൊരു ക്വാളിറ്റിയുള്ള വുഡൊക്കെ മേടിച്ച് നമ്മളൊരു ഡോറോ കാര്യങ്ങളോ അതിന് പറ്റിയ മെറ്റീരിയൽസ് ഒക്കെ പണിത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവിന്റെ പരമാവധി വിൻഡോസ് ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻ ഡോറുകളാണെങ്കിലും എല്ലാം വുഡിൽ നിന്ന് മാറ്റി നമുക്ക് വളരെ കുറഞ്ഞ ലെവലിൽ സ്റ്റീലിന്റെ അലുമിനിയത്തിന്റെ ഫൈബറിന്റെ ഒക്കെ ഒരുപാട് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട മെയിൻ പാർട്ട് മാത്രം ചിലവ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രം വുഡിൽ ചെയ്ത് ബാക്കിയുള്ള എല്ലാം ഇതുപോലുള്ള കുറഞ്ഞ മെറ്റീരിയൽസിലേക്ക് കാര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ചിലവ് കുറയ്ക്കാം. ഇനി അല്ല വുഡ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പഴയ വുഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വുഡുകൾ കാര്യങ്ങൾ എടുത്ത് വർക്ക് ചെയ്ത് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കി യൂസ് ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് വീട് പണിയുടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു പരിപാടിയാണ് എക്സ്പോസർ വാളുകൾ ചെയ്യുക
ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ നമ്മളങ്ങനെ കഴിവിൻ്റെ പരമാവധി എക്സ്പോസർ വാളുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്റീരിയർ ചെയ്യുന്ന പോലെ തന്നെ പുറമെ ചെയ്യാതെ പുറമെ നമുക്ക് അല്ലാത്തൊരു ഡിസൈനിലേക്കോ കാര്യങ്ങളിലേക്കോ മാറി ആ ഒരു ചിലവ് ചുരുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ വാർപ്പിൻ്റെ ടൈമിൽ ഫില്ലഡ് സ്ലാബുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഓട് വെച്ച് വാർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്താലും നമുക്ക് ഒരു പരിധി വരെ നല്ല ലെവലിൽ ചിലവ് കാര്യങ്ങൾ കോൺക്രീറ്റിൻ്റെ കേസിലൊക്കെ നമുക്ക് ചിലവുകൾ കുറച്ച് നമ്മുടെ ഈ ടോട്ടൽ ബഡ്ജറ്റിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് സേവിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും അങ്ങനത്തെ ഡിസൈനുകളാകുമ്പോൾ അത് വേറൊരു ഭംഗി തന്നെ നമുക്ക് ഇന്റീരിയറിനും കാര്യങ്ങൾക്കും വീടിനും തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആറാമത്തെ കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിൽഡിംഗ് ഏരിയ. നമ്മളൊരു വീട് പണിയുമ്പോൾ വീട് മൊത്തത്തിൽ പരത്തി പണിയുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യമുള്ള സ്പേസ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് വീട് പണിയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ കുറേ പാസേജുകൾ അങ്ങോട്ട് കുറേ ഇങ്ങോട്ടും കുറേ തൂണുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ചിലവ് കാര്യങ്ങൾ കോൺക്രീറ്റിൻ്റെതും സിമെൻറ്റിൻ്റെതൊക്കെ വെച്ച് എക്സ്ട്രാ ചിലവുകൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വ്യക്തമാക്കി നോക്കി 1-2 വട്ടം അതിനെ എക്സ്പെർട്ടുകളായവരെ കാണിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ എടുത്ത് നമുക്ക് എങ്ങനെ ചിലവ് ചുരുക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ തീരുമാനിക്കാം. അപ്പോൾ തന്നെ വീടിൻ്റെ ഓരോ ഏരിയ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒക്കെ അടുത്തടുത്താക്കി എങ്ങനെ അതിനെ ചിലവ് ചുരുക്കി നമുക്ക് പണിയാന്നുള്ളത് അപ്പോൾ തന്നെ ചെയ്താൽ തന്നെ നല്ലൊരു ഭാഗം നമുക്ക് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ ഏരിയ ഒരു വിടുത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് തുടക്കത്തിലെ ഒരു ഇതിൽ കൺട്രോളിൽ നമ്മൾ പിടിച്ചാൽ, അതായത് അനാവശ്യമായിട്ടുള്ള പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലവ് ഒരു പരിധി വരെ. ഏഴാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും വീട് പണിയുമ്പോൾ നമുക്ക് 2 നില പണിയണം എന്നൊക്കെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഉള്ളിൽ നല്ലൊരു സ്റ്റെയർ കേസ് ഒക്കെ പണിത് മുകളിൽ കൊടുത്ത് അവിടെ ചെറിയൊരു റൂം പോലെ കെട്ടി അതങ്ങ് ക്ലോസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു താഴെ ഒരു 3 ബെഡ്റൂമൊക്കെ എടുത്തിട്ടാണ് ഒരു വീട് പണിയുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് എടുക്കാനൊരു പ്ലാൻ ഇല്ലെങ്കിൽ എന്തായാലും നല്ലൊരു കാര്യം വെച്ചാൽ സ്റ്റെയർ കേസ് പുറത്തുനിന്ന് കൊടുക്കാവുന്ന ലെവലില്ല. അത് മീൻസ് നമ്മൾ ആ ഒരു ഹാളിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് പിന്നീട് എടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറ്റി പ്ലാൻ ചെയ്ത് അത് ഒഴിവാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ഇല്ല അത് നിങ്ങൾ ഉൾപ്പെടുത്തി ആവുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് താൽക്കാലികമായിട്ടുള്ള വല്ല ടെറസ് വർക്ക് വല്ലതും ചെയ്തിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്റ്റെയർ കേസ് വല്ലതും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ മുകളിൽ നില പണിയുന്നുണ്ട്, നമ്മൾ സ്റ്റെയർ കേസ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ലെവലിൽ നല്ല ഡിസൈനിലുള്ള നല്ല മോഡൽ സ്റ്റെയർ കേസ് കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മളത് കോൺക്രീറ്റ് തന്നെ ചെയ്യുമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിലവ് കാര്യങ്ങൾ നമുക്ക് അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്രയും സ്ട്രോങ് ആയ ആ ഒരു ഡിസൈനിലേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല ലെവലിൽ തന്നെ അതിന് സിമെൻറ്റും കാര്യങ്ങളും അതിന് ഒരുപാട് ടൈമും നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസ് കഴിഞ്ഞ പരമാവധി ഒഴിവാക്കാം ഒറ്റ നില വീടുകളിൽ. അല്ല 2 നില വീടുകളാണെങ്കിലും അത് മറ്റുള്ള രീതികളിലേക്ക് മറ്റു പല സ്റ്റൈലുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഉൾഭാഗം തന്നെ ഒരു വൃത്തിയാവും. അതിന് കൂടാതെ തന്നെ നമുക്കൊരു ചിലവും. 8ാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ, പുറമേയുള്ള ഡിസൈൻ നമ്മൾ എന്തായിട്ടെന്ന് വെച്ചാൽ വളരെയധികം കുറേ ഷേപ്പുകളും കുറേ റൗണ്ടും കുറേ ത്രികോണം അങ്ങനെയൊക്കെ പല പല ഷേപ്പുകളിലേക്ക് മാറ്റി നമ്മൾ വീടിനെ പല പല ഷേപ്പിൽ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അതിനനുസരിച്ച് ചിലപ്പോൾ 2, 3, 4 പാളികളൊക്കെ ആയിട്ട് പല തരത്തിലൊക്കെ വാർത്ത് ആ ഒരു ഡിസൈനിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ചിലവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഡിസൈൻ എടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പിലും കാര്യങ്ങളിലേക്ക് സിമ്പിളാക്കി നമുക്ക് പണിയാൻ പറ്റുന്ന പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റുന്ന ലെവലിൽ സിമ്പിൾ ഡിസൈൻസ് ചൂസ് ചെയ്താൽ തന്നെ ഒരുവിധമുള്ള ചിലവും കാര്യങ്ങളും നമുക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. 9ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് കാർ പോർച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ വീടുകളിൽ വണ്ടി ഇല്ലാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അതും വീട്ടിൽ ആളും ഓരോന്ന് വെച്ച് ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർ പോർച്ച് നമ്മൾ വീടിനോട് ചേർത്തി വെച്ചാൽ നമുക്ക് അവിടെ സ്പേസും വളരെയധികം വലിയ കാർ പോർച്ചൊക്കെ പണിയാൻ ഒത്തിരി സ്പേസും കാര്യങ്ങളും പോകും. അത് മാത്രമല്ല അത് കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ അത് അതിനോട് ചേർത്തി വെക്കുമ്പോൾ നല്ല ലെവൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് വീടിനൊരു ഭംഗിയായിട്ട് വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർ പോർച്ച് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക. നമുക്ക് കുറച്ച് മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിട്ട് വേറൊരു ഭാഗത്ത് ഒരു സ്പേസ് ചെയ്തിട്ട് അവിടെ ടെറസ് വർക്കും എല്ലാം ചെയ്ത് വൃത്തിക്ക് ഒരു കാർ പോർച്ച് പണിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അത് അങ്ങനെ വൃത്തി സെപ്പറേറ്റ് വിട്ട് കിടക്കുമ്പോൾ അതൊരു വൃത്തിയും കാര്യങ്ങളും നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യും. അത് കൂടാതെ തന്നെ വണ്ടി അവിടെ ഒതുങ്ങി കിടക്കും. 1-2 വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഇനി അത് കാർ പോർച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്ത് വർക്ക് ചെയ്തെടുത്ത് വൃത്തിയുടെ അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത് 10ാമത്തെ പോയിന്റ്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് പ്ലാനിങ്. ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഫിക്സഡ് ആയിട്ട് നമ്മൾ വെക്കണം നമ്മുടെ മൈൻഡിൽ. ഓരോ പ്ലഗ് പോയിന്റും എവിടെ വേണം, അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ്റെ ഓരോ ഭാഗത്തും എവിടെ വേണമെന്നില്ല. പിന്നീട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ ഒരു പക്ഷേ അത് കട്ട് ചെയ്യുന്നതൊക്കെ ചെയ്ത് ഏച്ച കുട്ടിയെ മുളച്ചിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. അവിടെ ഇവിടെ നമുക്ക് ലീക്കുകൾ കാണാം, അവിടെ ഇവിടെ പല ഷോർട്ടേജുകളും പല പ്രശ്നങ്ങളും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഇവിടുന്ന് മാറ്റി അപ്പുറത്തോട്ട് മാറ്റി ഇവിടുന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഭാഗം കുത്തിപ്പൊളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ചിലവും കൂടും. ഈ പറയുന്ന വസ്തുക്കളുടെ ഒന്നും ഒരിക്കലും ക്വാളിറ്റിയിൽ നമുക്കൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇലക്ട്രിക്കൽ ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ തന്നെ ആ ഒരു ദുരിതം മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ വീട് പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മൈൻഡിൽ പോയിന്റുകൾ വേണം, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സ്വിച്ചുകളാണെങ്കിലും വാട്ടർ പോയിന്റ് കണക്ഷൻ ആണെങ്കിലും എല്ലാം ഇതാക്കുക. അതുപോലെ തന്നെ അടുത്തടുത്ത് കിടക്കുന്ന ബെഡ്റൂമുകളിലേക്കൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമൺ ബാത്റൂമിലേക്ക് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ പരമാവധി ബാത്റൂമുകളെല്ലാം ഒരു ദിശയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അടുത്ത് വരുന്ന ലെവലിൽ കൊടുത്താൽ നമുക്ക് പ്ലംബിങ്ങിൻ്റെ ഒക്കെ ഇതൊരു കേസിൽ ഒരുപാട് പൈപ്പ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അല്ല ഒരുപാട് വിട്ടിട്ടാണ് അതിനനുസരിച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ലെങ്ത് വലിക്കുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് ഒരുപാട് ചിലവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലംബിംഗ് ഇലക്ട്രിക്കലിൻ്റെ കേസ് നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ നമുക്ക് അവിടെ ഒരു സേവിംഗ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രമല്ല ഇതൊരു ഇതേപോലെ തന്നെ ഒത്തിരിയധികം പോയിന്റ്സ്
പോയിന്റ്സും കാര്യങ്ങളും നമ്മളതൊക്കെ സംസാരിച്ച് പോയി ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു നമ്പറാണ് സ്ക്രീനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും ഞങ്ങൾ വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കാം. കൂടാതെ ഞാൻ പറഞ്ഞൊരു കാര്യം മറക്കരുത്, നിങ്ങൾ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സോ കാര്യങ്ങളോ അതായത് വീട് കാര്യങ്ങളിലൊക്കെ നമുക്ക് കളക്ഷൻ ചെയ്യാനൊക്കെ പറ്റും നല്ല നല്ല പ്രൊഡക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടേതായ ഇന്നോവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ വാച്ചേഴ്സിനെയൊക്കെ അറിയിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സും അതോടെ വളരാം, നമുക്കും ഒരുമിച്ച് മുന്നേറാൻ ഉള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന നമ്പറിനകത്ത് അറിയിക്കുക ചെയ്താൽ വരും ദിവസങ്ങളിൽ നമ്മളവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. അത് കേരളത്തിൻ്റെ ഉള്ളിൽ എല്ലാ ജില്ലകളിലും നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ലാൻചെസ്റ്റർ ബിൽഡേഴ്സിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു ബിൽഡേഴ്സാണ്. ഞങ്ങളിപ്പോൾ ലെഗസി എന്നൊരു പ്രോജക്റ്റാണ്, ഒരു ഫ്ലാറ്റിൻ്റെ പ്രോജക്റ്റാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം കംപ്ലീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ സൈറ്റിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് അവരാണ് ഈ ഒരു പോയിന്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ അല്ല നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.